നമസ്കാരം. IPL-ന്റെ 18ാം സീസണിലേക്കുള്ള മത്സരക്രമം പ്രഖ്യാപിച്ചതോടെ ക്രിക്കറ്റ് പ്രേമികൾ വലിയ ആവേശത്തിലാണ്. മാർച്ച് 22 മുതലാണ് 2 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന IPL പൂരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നത്. 10 ഫ്രാഞ്ചൈസികളാണ് പതിവ് പോലെ ഈ സീസണിലും കിരീടത്തിനായി അങ്കത്തട്ടിലിറങ്ങുക. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ആദ്യ പോരാട്ടം. തൊട്ടടുത്ത ദിവസമാണ് ലീഗിലെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് ത്രില്ലർ പോരാട്ടം. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. എന്നാൽ ലീഗ് ഘട്ടത്തിൽ KKR, RCB എന്നിവരുമായി ഹോം എവേ രീതിയിൽ 2 തവണ മുംബൈ ഏറ്റുമുട്ടില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം. സീസണിൽ ഒരിക്കൽ മാത്രമേ ഇരു ടീമും മുഖാമുഖം വരികയുള്ളൂ. ഇതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വിശദമായി നോക്കാം. 2022-ലെ IPL മുതലാണ് ടീമുകളുടെ എണ്ണം 10ആയി വർദ്ധിച്ചത്. ഇതിനുശേഷം ടൂർണമെന്റിലെ മത്സരങ്ങൾ 74-നുള്ളിൽ ഒതുക്കുന്നതായി ഡബിൾ റൗണ്ട് റോബിൻ ഫോർമാറ്റ് എന്ന പഴയ രീതിയിൽ BCCI മാറ്റം വരുത്തിയിരുന്നു. നേരത്തെ ഹോം എവേ രീതികളായി മുഴുവൻ ടീമുകളും പരസ്പരം 2 തവണ വീതം ഏറ്റുമുട്ടിയിരുന്നു. പക്ഷേ പുതിയ ഫോർമാറ്റ് പ്രകാരം ഇതിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. 5 ടീമുകളെ 2 ഗ്രൂപ്പുകളിലായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് ഗ്രൂപ്പിലെ ടീമുകൾ തമ്മിൽ ഹോം എവേ രീതിയിൽ 2 തവണ വീതം കൊമ്പുകോർക്കും. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിലെ ടീമുകളിൽ ഒന്നുമായി മാത്രം 2 മാച്ചുകളിൽ ഏറ്റുമുട്ടും. ശേഷിച്ച 4 ടീമുകളുമായി ഓരോ മത്സരങ്ങൾ മാത്രമേ കളിക്കുകയുള്ളൂ. ഇതിൽ 2 ഹോം മാച്ചുകളും ശേഷിച്ച 2 എവേ മാച്ചുകളും ആയിരിക്കും. പുതിയ സീസണിൽ ഗ്രൂപ്പ് ബിയിലാണ് മുംബൈ ഇന്ത്യൻസ് ഉൾപ്പെട്ടിരിക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഡൽഹി ക്യാപിറ്റൽസ്, ഗുജറാത്ത് ടൈറ്റൻസ്, ലക്നൗ സൂപ്പർ ജയൻസ് എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. ഗ്രൂപ്പ് എയിലുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, പഞ്ചാബ് കിങ്സ് എന്നിവരുമാണ്. ഗ്രൂപ്പ് എയിൽ CSKയുമായി മാത്രമേ മുംബൈ 2 പാദങ്ങളിലായി കൊമ്പുകോർക്കുകയുള്ളൂ. ശേഷിച്ച 4 ടീമുകൾക്കെതിരെയും ഓരോ മത്സരങ്ങൾ മാത്രമാണ് മുംബൈക്ക് കളിക്കാൻ സാധിക്കുക. KKR, RCB എന്നിവരുമായും മാത്രമല്ല രാജസ്ഥാൻ റോയൽസ്, പഞ്ചാബ് കിങ്സ് എന്നിവരുമായും മുംബൈക്ക് ഒരു മത്സരം മാത്രമേ പുതിയ സീസണിൽ കളിക്കാനാവുകയുള്ളൂ. എന്തായാലും പരിഷ്കാരങ്ങളോടെ എത്തുകയാണ് ഇപ്പോൾ IPL. സാധാരണ ഫോർമാറ്റിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളാണ് IPL-ന്റെ ഫോർമാറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരവും എല്ലാ ടീമുകൾക്കും വളരെ വളരെ നിർണായകമാണ്. കഴിഞ്ഞ സീസണിലെല്ലാം നമ്മൾ കണ്ടതാണ് 6 മത്സരം അല്ലെങ്കിൽ 5 മത്സരമൊക്കെ അടുപ്പിച്ച് തോറ്റതിനു ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഒരു ഫിനിഷ് പക്ഷിയെ പോലെ തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിൽ ഒരൊറ്റ മത്സരമുണ്ട് ആ ഒരു ടീമിൻ്റെ തന്നെ വിധി നിർണ്ണയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ്. പുതിയ തരത്തിലുള്ള ഫോർമാറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം തൃപ്തിപ്പെടുത്തുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഓരോ മത്സരവും എല്ലാ ടീമുകൾക്കും എത്രത്തോളം നിർണായകമാകും എന്ന്.